ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷരാസ് ടാരോട്ട് അവേക്കനിങ്. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നോക്കുന്നത്, നിങ്ങളുടെ മൈൻഡിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ ഉണ്ട്. ആ പേഴ്സണ് നിങ്ങളോട് എന്തെങ്കിലും ക്രഷ് ഉണ്ടോ, നിങ്ങളോട് എന്തെങ്കിലും റിലേഷൻഷിപ്പിന് താല്പര്യമുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളുടെ മൈൻഡിൽ അങ്ങനെ ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസും എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് സ്വീകരിക്കാവുന്നതാണ്. ഫോഴ്സ്ഫുള്ളി ഒന്നും റെസനേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. റീഡിങ്ങിനായി കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, 2 ഓഫ് വാൻഡ്സ്, 8 ഓഫ് പെൻറ്റക്കിൾസ്, ദ ഹീറോഫന്റ്, 9 ഓഫ് സ്വാർഡ്സ്, കിങ് ഓഫ് കപ്സ്, 7 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സൺ ഇപ്പോൾ കുറച്ചുകൂടി കോഷ്യസ് ആണ്. അതായത് ഒരുപാട് ആ ഒരു റിലേഷനെ സംബന്ധിച്ചല്ല, നിങ്ങളോടുള്ള ഒരു സ്പാർക്ക് വളരെ വലിയ രീതിയിലൊന്നും ആയിട്ടില്ല. ബട്ട് ദേ ആർ സ്റ്റിൽ ഹാവിങ് എ സ്പാർക്ക് എന്നാണ് ഇവിടെ കാണുന്നത്. ഒരു സ്റ്റാർട്ടിങ് ഇനീഷ്യൽ സ്റ്റേജസിൽ അവർ നിൽക്കുകയാണ്. കാരണം നിങ്ങളെന്നൊരു പേഴ്സണെ ഒരുപാട് അഡ്മയർ ചെയ്യുന്നുണ്ട് ആ പേഴ്സൺ എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അത് ഒട്ടുമിക്ക ആൾക്കാരുടെ കേസിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാനാണ് സാധ്യത. മീൻസ് അവർ ഓൾറെഡി മാരീഡും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ ഓൾ ഓഫ് എ സഡൻ ഒരു പേഴ്സണോട് നമുക്ക് അട്രാക്ഷൻ തോന്നുന്നു, അല്ലെങ്കിൽ നമുക്കൊരു കണക്ഷൻ തോന്നുന്ന ഒരു സാഹചര്യം പലരുടെയും ലൈഫിൽ ഉണ്ടാകുന്നുണ്ടാവും. പലരും ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയവരുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുന്ന ഒരു സാഹചര്യമായിരിക്കാം. എന്തായാലും ഈ ഒരു റിലേഷൻ, അവരുടെ മനസ്സിൽ ആ ഒരു സ്നേഹമുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ആ ഒരു പേഴ്സൺ ഒരു ആൾക്കൊരു ഐഡിയ ഇല്ല ഇതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതെങ്ങനെ കൊണ്ടുപോകണം എന്ന് യാതൊരു ഐഡിയ ഇല്ല. മോസ്റ്റ് പ്രോബബ്ലി ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാൻ കാര്യങ്ങൾക്കൊരു മടി കാണുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല, നിങ്ങളെ സംബന്ധിച്ച് അവർ തിങ്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് കോൺഫിഡൻസ് ഉള്ള, എല്ലാം കൂടി തികഞ്ഞ ഒരാൾ എന്നുള്ളത്. അതായത് ബ്യൂട്ടി വിത്ത് ബ്രെയിൻസ് ഒക്കെ പറയുന്ന പോലെ തന്നെ അവരുടെ ഒരു മനസ്സിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു കണ്ണിൽ ഈ ഒരു പേഴ്സൺ എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് ആ ഒരു പേഴ്സൺ എന്നുള്ളൊരു തോട്ടാണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് തോന്നുന്നത്. പക്ഷെ അവർ ഒരുപാട് അവരുടേതായ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും അവരുടെ ലൈഫിലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫോക്കസ്ഡും ആണ് അവരുടെ വർക്കിൽ അവരിപ്പോൾ എന്നാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല, ആ ഒരു വ്യക്തിയെ ചിലപ്പോൾ നിങ്ങളറിയുന്നത് മേ ബി നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ത്രൂ ഉള്ളൊരു പരിചയമായിരിക്കണം, വർക്ക് പ്ലേസ് ആയിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും സ്പിരിച്വലി കണക്റ്റഡ് ആയ പ്ലേസസിലുള്ളൊരു കണക്ഷൻ ആയിരിക്കണം നിങ്ങൾക്ക് ആ പേഴ്സണായിട്ട്. എന്തായാലും ആ പേഴ്സൺ ഒരുപാട് ആങ്ഷ്യസ് ആണ് ഈ റിലേഷന്. കാരണം ആ പേഴ്സൺ ഒരുപാട് ഭയക്കുന്നുണ്ട് ഇത് വന്ന് ഓപ്പൺലി പറയാൻ, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിജക്ഷൻ ഉണ്ടായാൽ അത് അവർക്ക് താങ്ങാവുന്നതിന് അപ്പുറമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ, ഈ ഒരു റിലേഷനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു കാര്യം പറയണോ വേണ്ടേ, അത് റിജക്ഷൻ ആയാൽ ഞാൻ എന്ത് ചെയ്യും, അതെങ്ങനെ തരണം ചെയ്യണമെന്ന് ആ ഒരു വ്യക്തിക്ക് യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഒരുപാട് ഫീലിങ്സ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയായിട്ടും, അല്ലെങ്കിൽ ഒരു കർക്കശക്കാരനായിട്ടാകാം ചിലപ്പോൾ കാണാം. നിങ്ങൾക്ക് ചില സമയങ്ങളിൽ തോന്നും ഈ ഒരു പേഴ്സണ് എന്തോ ഒരു താല്പര്യമുള്ള പോലെ, ചില സമയങ്ങളിൽ തോന്നും നമ്മുടെ ഒരു വെറും തോന്നലാണ്. കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിട്ട് ഈ ഒരു പേഴ്സൺ അത്രയും പുറമേക്ക് അവരുടെ ഫീലിങ്സും കാര്യങ്ങളും ഒന്നും തന്നെ അവർ ഷെയർ ചെയ്യുന്നില്ല. അവരത്രയും ബോൾഡായ ഒരു പേഴ്സണായിട്ടാണ് പുറമേക്ക് കാണുന്നത്. പക്ഷേ അകത്താണെങ്കിൽ അവർ ഒരുപാട് ഈ റിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് പ്രസൻറ്റ് ചെയ്യേണ്ടതാണോ, നിങ്ങളെങ്ങനെ അതിന് റിയാക്റ്റ് ചെയ്യും, അതിനൊരു നെഗറ്റീവായിട്ടുള്ളൊരു ആൻസർ നിങ്ങൾ കൊടുത്താൽ എന്ത് ചെയ്യും, അതൊരു നാണക്കേടായി മാറുമോ, അല്ലെങ്കിൽ അത് അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവരുടെ മനസ്സിലുണ്ട്. എന്തായാലും ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു കറക്റ്റ് ടൈമിനായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമാകുകയാണെങ്കിൽ മാത്രമേ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തത് തുറന്ന് പറയാനോ, അല്ലെങ്കിൽ ടൈം അനുസരിച്ച് പതിയെ പതിയെ ആ ഒരു റിലേഷനിലേക്ക് ആ പേഴ്സൺ തുറന്ന് പറയാനോ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അടുക്കാനുള്ളൊരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. നിലവിൽ എന്തായാലും ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങളോടുള്ളൊരു സ്പാർക്ക് ഉണ്ട്. ബട്ട് ദേ ആർ സ്റ്റിൽ വറീഡ് ആൻഡ് ഹാവിങ് എ ഫിയർ ഇൻ ദെയർ മൈൻഡ്. അവർക്ക് എന്തായാലും ആ ഒരു ചിലപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ഓൾമോസ്റ്റ് ആ ഒരു പേഴ്സൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരുപാട് റൊമാൻറ്റിക് ആയതോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേഴ്സണല്ല, ഒരുപാട് റെസ്പെക്റ്റഡ് ആയ ഒരു പേഴ്സൺ ആയിരിക്കാം. പുറമേ നോക്കുമ്പോൾ കുറച്ചും കൂടി ഡിസിപ്ലിൻഡും കുറച്ചും കൂടി ഓർഡറൊക്കെ ആയ ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിക്ക് ഒരു മടി, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ട് തോന്നുന്നത്. പക്ഷേ നിങ്ങളെന്ന പേഴ്സണെ കുറിച്ചിട്ട് അവരെല്ലാം കൊണ്ടും ഒരു പോസിറ്റീവ് അപ്രോച്ച് ഉള്ളത്, ഒരു അബണ്ടൻ്റ് ആയൊരു പേഴ്സൺ, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ആൾ എന്നുള്ള രീതിയിലാണ് ആ പേഴ്സൺ ഒരുപാട് റെസ്പെക്റ്റോടു കൂടി തന്നെയാണ് നിങ്ങളെ നോക്കിക്കാണുന്നത്. അപ്പോൾ എന്തായാലും ഒരു നിയർ ഫ്യൂച്ചറിൽ
സാഹചര്യങ്ങൾ നോക്കി അല്ലെങ്കിൽ പതിയെ പതിയെ സമയം മുന്നോട്ട് പോകുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്ത് അവർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഈ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ ഒരു സ്പാർക്ക് തീർച്ചയായിട്ടുണ്ടെന്നാണ് ഇവിടെ കാണുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ജീവിത സാഹചര്യമായിട്ട് ഈ റീഡിംഗ് റെസണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.